അതിർത്തി ഗ്രാമങ്ങളിലേക്ക് യുവാക്കളെ ക്ഷണിച്ച് മോദി. നിങ്ങൾ മുന്നോട്ട് വരണമെന്നും അദ്ദേഹത്തിന്റെ ആഹ്വാനം. വിക്ഷിത് വൈബ്രന്റ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാനമന്ത്രി യുവ വോളണ്ടിയർമാരുമായി സംവദിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് വികസനത്തിൽ നിന്ന് അതിന് പിന്നിലായും അവഗണിക്കപ്പെടുകയും അവിടെ കിട്ടാതിരുന്ന അതിർത്തി ഗ്രാമങ്ങൾ ഇന്ന് രാജ്യത്തിന്റെ വികസന യാത്രയിലെ നിർണായക കേന്ദ്രമായി തന്നെ മാറുകയാണ് എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ മാറ്റം നേരിൽ കാണുവാനും ഗ്രാമീണ ഇന്ത്യയുടെ യഥാർത്ഥ മുഖം അവിടെ അടുത്തറിയുവാനും യുവജനങ്ങൾ കൂടുതൽ സജീവമായി തന്നെ മുന്നോട്ട് വരണമെന്ന ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളുടെ വികസനം ദേശീയ സുരക്ഷയുമായി മാത്രമല്ല രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിയുമായും ബന്ധപ്പെട്ടതാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. റോഡുകൾ, ആശയവിനിമയ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഉപജീവന മാർഗങ്ങൾ എന്നിവയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ അതിർത്തി ഗ്രാമങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റിയതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. യുവ വോളണ്ടിയർമാർ ഈ ഗ്രാമത്തിലെ ജനങ്ങളുമായി തന്നെ കൂടുതൽ ഇടപഴകുകയും വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്നത് വിക്ഷിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയ ചുവടുവെപ്പായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിക്ഷിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയുടെ ഭാഗമായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട 400 യുവ വോളണ്ടിയർമാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ഈ ആഹ്വാനം നടത്തിയിരിക്കുന്നത്. 3 ലക്ഷത്തോളം യുവാക്കളിൽ നിന്നാണ് ഇത്തരത്തിൽ 400 പേരെ അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങളിൽ താമസിച്ചുകൊണ്ട് വിവിധ ക്യാമ്പുകളിൽ പങ്കെടുത്ത യുവാക്കളാകട്ടെ തങ്ങളുടെ അനുഭവങ്ങളും ആ പ്രദേശത്തിൽ ഉണ്ടായ വികസന മുന്നേറ്റങ്ങളും അദ്ദേഹവും, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പങ്കുവച്ചു. ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴി അല്ലാതെ തന്നെ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളെ നേരിട്ടറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ യുവാക്കൾക്ക് അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി തന്നെ വിലയിരുത്തുന്നത്. അതിർത്തി ഗ്രാമങ്ങളിൽ വലിയ മാറ്റം, ഒരു കാലത്ത് രാജ്യത്തിന്റെ അവസാന ഗ്രാമങ്ങൾ എന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളഞ്ഞിരുന്ന അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ന് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, വൈദ്യുതി, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം തന്നെ അതിർത്തി ഗ്രാമങ്ങളിൽ ശക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വികസന നേട്ടങ്ങൾ നേരിട്ട് കണ്ടറിയുവാനും അതിർത്തി പ്രദേശങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുവാനും ഇത്തരത്തിൽ രാജ്യത്തെ കൂടുതൽ യുവാക്കൾ അതിർത്തി ഗ്രാമങ്ങൾ സന്ദർശിക്കാൻ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പദ്ധതിയെ അദ്ദേഹം കൂടുതലായി തന്നെ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.